ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് HVACയിൽ നമ്മളിവിടെ ഇതുണ്ടല്ലേ, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്നുള്ളൊരു ഓപ്ഷന് ചില ആൾക്കാർക്ക് വരില്ല. അതെങ്ങനെ നമ്മൾ കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ദിസ് PC എടുക്കുക. എന്നിട്ട് അതിൽ നമ്മളിവിടെ സെർച്ച് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് ആദ്യം ആ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഇത് സെർച്ച് ചെയ്യുക. അപ്പം നമുക്കിവിടെ റിവെറ്റ് എന്നുള്ളൊരു ഈ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ അമർത്തുക. അപ്പം ഇവിടെ ഓപ്പൺ വിത്ത് എന്നുള്ള നോട്ട് പാഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഓക്കെ, ഇത് നമ്മൾ എടുക്കുക. ഇതെടുത്തതിന് ശേഷം നമ്മളിവിടെ എഡിറ്റിംഗ് എന്ന് കണ്ടോ, ഈ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിവിടെ ഇതുണ്ടല്ലേ, ഇത് തന്നെ നമ്മളിവിടെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് ഓൾറെഡി ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെർച്ചിങ്ങിൻ്റെ ഓപ്ഷനിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് ഇട്ടിടുക. അതിൻ്റെ അടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ അടിയിൽ കാണുന്ന കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ മേലത്തെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതിയാവും. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മതിയാവും. ഇത് നമ്മൾ ഫയൽ പോവുക, സേവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മളെ ലാപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ വരും. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.